നമസ്കാരം. ട്രോമയെക്കുറിച്ചാണ് പറയുന്നത്. ട്രോമയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം: അക്യൂട്ട്, ക്രോണിക് ആൻഡ് കോംപ്ലക്സ്. അക്യൂട്ട് ട്രോമയിൽ ഒരു സിംഗിൾ എക്സ്പീരിയൻസ് മൂലം തന്നെ ഒരാൾ ട്രോമറ്റൈസ്ഡ് ആവുന്ന സാഹചര്യം. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സെക്ഷൽ അബ്യൂസ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കാണുകയാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒരു പെട്ടെന്നുള്ള മരണം, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ തന്നെ ഒരാൾ അക്യൂട്ട് ട്രോമ അയാൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തേത് ക്രോണിക് ട്രോമ. ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന മോശം എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ ഒരാളിൽ വരുന്ന ഒരു ട്രോമയാണ് ക്രോണിക് ട്രോമ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന സെക്ഷൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, അല്ലെങ്കിൽ ഒരുപാട് കാലം ഒരു വ്യക്തി ഒരു പേഷ്യൻ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യം, ഹോസ്പിറ്റലാകുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിലാണ് ക്രോണിക് ട്രോമ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് കോംപ്ലക്സ് ട്രോമ. ഇതിൽ വ്യത്യസ്തവും ഒന്നിലധികം ആഘാതകരമായ സംഭവങ്ങളും വരുമ്പോഴാണ് ഈ ഒരു കോംപ്ലക്സ് ട്രോമ സംഭവിക്കുന്നത്. അത് ആ പേര് പോലെ തന്നെ ഒരു വ്യക്തിയിൽ നിന്ന്, വളരെ അടുത്തുള്ള ഒരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്ത രീതിയിൽ ഒന്നില്ലെങ്കിൽ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നതായിരിക്കാം, അതോടൊപ്പം തന്നെ പാരൻസ് സെപ്പറേറ്റ് ആവുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വഴക്കുകൾ, അല്ലെങ്കിൽ കുട്ടിയെ വളരെ വലിയ രീതിയിലുള്ള ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരേ സമയം തന്നെ പല രീതിയിൽ ട്രോമറ്റൈസ്ഡ് ആകപ്പെടുക, അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിനെയാണ് കോംപ്ലക്സ് ട്രോമ എന്ന് പറയുന്നത്. കുട്ടിയുടെ ഒരു അതോറിറ്റി ഫിഗറിൽ നിന്ന് തന്നെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു അബ്യൂസ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു വ്യക്തിക്ക് കോംപ്ലക്സ് ട്രോമയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും ട്രോമ എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു വാറ്, അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസ്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ്, ഇത്തരം മോശം സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് ഒരു വ്യക്തി ട്രോമറ്റൈസ്ഡ് ആവുന്നത് എന്നാണ് പറയാം. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരുപാട് സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി ട്രോമറ്റൈസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ജോലിയിൽ നിന്ന് പെട്ടെന്ന് പിരിച്ചുവിടുകയാണെന്നുണ്ടെങ്കിൽ, വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് കാലം ഒരു പെട്ടെന്നുള്ള ഒരു അസുഖം കാരണം ഹോസ്പിറ്റലിലാവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കാലം സ്നേഹിച്ചും വിശ്വസിച്ചും കൂടെ ഉണ്ടായിരുന്ന ഒരു പാർട്ട്ണർ അവരെ ചതിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും ഒരു വ്യക്തി ട്രോമറ്റൈസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ കുട്ടികളുടെ രീതിയിൽ വരുമ്പോൾ അവർക്ക് ട്രോമ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു കുട്ടി അനുഭവിക്കുന്ന ഒരു നെഗ്ലക്റ്റ്, അല്ലെങ്കിൽ ഒരു ബുള്ളിങ്, ഒരു ഐസൊലേഷൻ, മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും കാരണം കൊണ്ട് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം, അവരുടെ മാതാപിതാക്കളുടെ ഒരു എപ്പോഴും ഉണ്ടാവുന്ന വഴക്കും അടിപിടി പ്രശ്നങ്ങൾ, അവരുടെ ഒരു സെപ്പറേഷൻ, ഡിവോഴ്സ്, ഇതൊക്കെ തന്നെയും ഒരു കുട്ടിയിൽ ട്രോമ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് ഒരു ട്രോമ എന്ന് പറയുന്നത്? ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്ട്രെസ് ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ആ ഒരു ഡിസ്ട്രെസ് റിസോൾവ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ അതൊരു ട്രോമയായിട്ട് ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തിയിൽ ട്രോമ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കരുതി മറ്റൊരു വ്യക്തിയിൽ ട്രോമ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. അത് ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു ഇമോഷണൽ റിസോഴ്സ് വെച്ചിട്ട് അതിനെ പ്രോസസ് ചെയ്യുന്നില്ല എങ്കിൽ, എപ്പോഴാണ് ആ പ്രോസസ്സ് നടക്കുന്നത്, അപ്പോൾ മാത്രമാണ് ആ ഇമോഷൻസ് പ്രോസസ്സ് നടക്കുമ്പോൾ മാത്രമാണ് ആ വ്യക്തിയിൽ ആ ട്രോമ ഹീലാക്കപ്പെടുന്നത്. ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മോശം സാഹചര്യത്തിൽ ഉണ്ടാകുന്ന സെൻസേഷൻസ്, ആ സമയത്ത് ഉണ്ടാകുന്ന തോട്ട്സ്, ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ തന്നെയും അവരുടെ ഉള്ളിൽ ട്രോമ ബബിളായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൊമെന്റിൽ ഉണ്ടായിരുന്ന സൗണ്ട്, അല്ലെങ്കിൽ കളറ്, അല്ലെങ്കിൽ ആ സമയത്ത് കാണുന്ന വ്യക്തികൾ ഒക്കെ തന്നെയും പിന്നീട് ആ ഒരു സെയിം സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സിമിലർ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആ വ്യക്തി വീണ്ടും വീണ്ടും അതേ എക്സ്പീരിയൻസ് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെയും അവര് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരുപാട് വ്യക്തികൾ അവർക്കൊരു ട്രോമ ഉണ്ടായി, അല്ലെങ്കിൽ അവർക്കൊരു ട്രോമ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പോലും തിരിച്ചറിയണമെന്നില്ല. ആ ട്രോമ കാരണം അവരുടെ തോട്ട് പാറ്റേണില്, ബിഹേവിയറിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് തന്നെ ഒരു ബോൾഡാണ്, അല്ലെങ്കിൽ താൻ സ്ട്രോങ് ആണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഔട്ടർ ലെയർ ഫിറ്റ് ചെയ്തിട്ട് പുറമേക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു ഉള്ളിൽ അവരുടെ ഒരു ഇന്നറും ഔട്ടറും തമ്മിലുള്ള ഒരു വലിയൊരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും എപ്പോഴും നടക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ട്രോമ ഉള്ളവർ അവരുടെ കരിയറിൽ, അവരുടെ റിലേഷൻഷിപ്പിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ട്രോമ ഹീൽ ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്.
ഏതൊക്കെ തെറാപ്പീസ് ആണ് ട്രോമ ഹീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് തെറാപ്പി, ആർട്ട് ആൻഡ് എക്സ്പ്രസിംഗ് തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഐ മൂവ്മെന്റ് ഡീസെൻസിറ്റൈസേഷൻ ആൻഡ് റീപ്രോസസ്സിംഗ് തെറാപ്പി, പ്രൊലോങ്ഡ് എക്സ്പോഷർ തെറാപ്പി, ട്രോമ ഫോക്കസ്ഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, dialectical behavior therapy, somatic experiencing therapy, narrative exposure therapy, internal family system therapy, systemic constellation therapy, trauma informed expressive art therapy, emotional freedom technique, EFT, solution focused therapy. ഇത്രയും തെറാപ്പികൾ നമുക്ക് എഫക്റ്റീവായിട്ട് ട്രോമ ഹീലിംഗിന് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഓരോ വ്യക്തികളും യുണീക്കാണ് അല്ലേ? അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും യുണീക്ക് ആയിരിക്കും. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഏത് തരത്തിലുള്ള ഹീലിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് തെറാപ്പിസ്റ്റാണ് ഈ ഒരു വ്യക്തിയിൽ ഏറ്റവും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു തെറാപ്പി സെലക്ട് ചെയ്യും. തെറാപ്പിയിലൂടെ അവരുടെ ട്രോമ ഹീൽ ചെയ്യപ്പെടുകയും അവർക്ക് വളരെ നല്ല ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക്, നല്ലൊരു മാനേജിങ് സിസ്റ്റത്തിലേക്ക് അവർക്ക് മാറാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.